വണ്ടൂർ, മലപ്പുറം. പുതിയ രാഷ്ട്രീയ പാർട്ടിയെന്ന സൂചന നൽകി PV അൻവർ MLA. രാഷ്ട്രീയ നെക്സസിനെതിരെയുള്ള ഈ പോരാട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാമെന്നും നെക്സസിന്റെ ഭാഗമാവാത്ത ആർക്കും ഇതിനോടൊപ്പം ചേരാമെന്നും PV അൻവർ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. അടുത്ത ഞായറാഴ്ച മഞ്ചേരിയിൽ ജില്ലാതല രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുമെന്നും അൻവർ പറഞ്ഞു. നിർദ്ദേശപ്രകാരമാണ് ഈ അഭിപ്രായത്തെക്കുറിച്ച് ഭാഗം അഭിമുഖം ഉൾപ്പെടുത്തിയത്. മുഖ്യമന്ത്രി തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്നുള്ള ഹിന്ദുവിൻ്റെതായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടുള്ളത്. അതില് ഒന്നാമത്തെ കാര്യം PR ഏജൻസിയില്ല മുഖ്യമന്ത്രിക്ക് എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. എന്തായാലും PR ഏജൻസി ഉണ്ട് എന്ന് ഇപ്പം പറയുന്നു. എനിക്ക് ഈ വിഷയത്തിൽ ആകെ പറയാനുള്ള കാര്യം, ഈ വിഷയം ഈ പത്രത്തിൽ അച്ചടിച്ച് വന്നത് മിനിഞ്ഞാന്ന് തലേന്നാണ്. രാവിലെ 5 മണിക്ക് പത്രം വൈകുന്നേരം, വൈകുന്നേരം 8:30 മണിക്കാണ് കോഴിക്കോട് മുതലക്കോള മൈതാനിയിൽ മാമി കേസുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഈ പത്രം ഞാൻ ഉയർത്തിപ്പിടിച്ച് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ആ പകല് പൂർണ്ണമായി കടന്നുപോയി. ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്പം തിരുത്തൽ കൊടുത്തില്ല? രാത്രി 8:30 മണിക്ക് ഞാൻ ഇത് പറയുമ്പോഴും തിരുത്തൽ കൊടുക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല, ഇത് എഴുതി ചേർത്താൻ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചക്ക് ഇത് വാർത്തയാകുന്നു. രാത്രി 8:30യോട് കൂടിയിട്ട് വലിയ വിവാദമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ PR ഏജൻസി ഒപ്പിച്ചൊരു പരിപാടിയാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര സ്റ്റേറ്റ്മെന്റ് വരുന്നത്. പച്ചക്കള്ളമാണ് എന്നത് എല്ലാവർക്കും അറിയാം. അതിൽ ആത്മാർത്ഥമായിട്ടാണ് അത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം? പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്ത കൊടുക്കുമായിരുന്നു. അതുണ്ടായില്ല. 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി. രാത്രി 12 മണി വേണ്ട, രാവിലെ 5 മണി കൂട്ടിയാൽ 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങളുടെ സംസാരമായി വാർത്താമാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരു രക്ഷയുമില്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പുറത്തുവിട്ടത്. കാരണം നമ്മളെ സംശയിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ്, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത്, ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്. 150-60 കേസിൽ 129 കേസും മലപ്പുറത്താണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയാണ്. ഈ പണം ദേശദ്രോഹ പ്രവർത്തികൾക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ്. എന്തായാലും ഇന്നലെ വൈകുന്നേരം പുതുതായി രൂപവൽക്കരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിലനിർത്തുമെന്നും PV അൻവർ MLA പറഞ്ഞു. ദ ഹിന്ദു പത്രം മുഖ്യമന്ത്രിയുടെ അഭിമുഖ ഓഡിയോ പുറത്തുവിടണം. ഇതിന് വെല്ലുവിളിക്കുന്നു. BJP നേതൃത്വവുമായി ആലോചിച്ചു വന്ന അഭിമുഖമാണിത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ബോധപൂർവമാണ്. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിൽ താൻ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമായിട്ട് പാർട്ടിയുടെ അടുത്ത് നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും ആകെ തുക എന്താ പറഞ്ഞത്? ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞൊരു ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടോ ഈ ഗവൺമെന്റിന്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ഈ പറയുന്ന സുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ 3 കൊല്ലം ഈ സ്വർണ്ണ വേട്ടയും സ്വർണം പൊട്ടിക്കലും ഉരുക്കലും നടത്തിയ ചെയ്ത ഒരു യാഥാർത്ഥ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യം ഉണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് കൊടുക്കട്ടെ. ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുക. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴും അതൊന്നുമില്ല. ഇന്നലത്തെ പറയുന്ന എന്താ? ഇതിന്റെ പിന്നിൽ ദേശദ്രോഹ ശക്തികളുണ്ട്. ഇന്നലെ കുറച്ച് മയപ്പെടുത്തിയാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതുവരെയുള്ളതിൽ നിന്ന് ചെറിയ മയപ്പെടുത്തി. എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്?
ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അന്വേഷണം അതുപോലെ തന്നെ 4 മാസം കഴിഞ്ഞു. എന്തായിരിക്കും അന്വേഷണം റിപ്പോർട്ട് എനിക്കറിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയായിരുന്നു വിഷയം? നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ വൈകിട്ട് 4:30 മണിക്ക് ഇവര് വന്ന് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നത് എത്ര അപഹാസ്യമാണ്. SIT ഭാഗമായിട്ട് വിജിലൻസ് SIT-യിലെല്ലാം ഉണ്ട്. സാമ്പത്തിക അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസ്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ 1 മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ അതിൽ അന്വേഷണം നടത്താനാണ് 1 മാസം വെച്ചത്. അതിലിതൊക്കെ വരുമല്ലോ. PR ഏജൻസി ഇല്ല എന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ അത് തെളിഞ്ഞു. 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിശദീകരണം നൽകുന്നത്. പുറത്തു വന്നത് ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. തെറ്റാണെങ്കിൽ പത്രമിറങ്ങി ഉടനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കണ്ടേ? മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം. അതാണ് അദ്ദേഹത്തിന് നല്ലത്. മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവർ ആ സ്ഥാനത്ത് വേറെയുമുണ്ടല്ലോ എന്നും അൻവർ ചോദിച്ചു. കഴിഞ്ഞ ഈയിടെയായിട്ട് സ്ഥിരമായിട്ട് ജില്ലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണല്ലോ. ആ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെ കേട്ടുകൊണ്ടിരുന്നു. മുസ്ലിം ഭൂരിപക്ഷം ജില്ലയായ മലപ്പുറം ജില്ല ദേശദ്രോഹികളുടെ താവളമാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെ അറിയിക്കാനാണ് ഹിന്ദുവിന് കൊടുത്തത്. ഇതാണ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത്. ആ പത്രം BJP ഓഫീസിലും RSS കേന്ദ്രങ്ങളിലും അത് ചർച്ചാ വിഷയമാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് 100% ഉറപ്പാണ്. ഞാൻ അവിടെയാണ് ആ വിഷയത്തിൽ നിൽക്കുന്നത്. ഈ പൊറാട്ട് നാടകം എന്തിനാണ്? ഒരു റിയാസ് അല്ല 100 റിയാസ് വന്ന് ന്യായീകരിച്ചാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അന്വേഷണ സംഘം ഇന്നലെ മൊഴിയെടുക്കാൻ എത്തിയിരുന്നു. മൊഴി നൽകിയിട്ടില്ല. ഈ നാടകത്തിന് നിൽക്കുന്നില്ല. ADGP-ക്കെതിരെയുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമേ ഇനി മൊഴി നൽകുന്നുള്ളൂവെന്നും അൻവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. Teddy Baby Diaper and Pants made for Indian baby body type.